ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുവാക്കഞ്ഞി. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. കർക്കിടക മാസത്തിൽ ഇങ്ങനെ കഴിച്ചാൽ ഒരു വർഷം വരെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക കഞ്ഞി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഉലുവയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു 2 സ്പൂണോളം ഉലുവയാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും നല്ലത് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 സ്പൂണ് ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു 2 സ്പൂൺ ഉലുവ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മൾ രാത്രി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. രാത്രി എന്നല്ല, ഒരു 8 മണിക്കൂർ ഈ ഉലുവ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ രാത്രി ഇതുപോലെ ഉലുവ വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ്. ഇത് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞി തന്നെയാണ്. നമുക്ക് കുടിക്കാനും ചവർപ്പോ അല്ലെങ്കിൽ കയ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, അതും വെറും 2 ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് രാവിലെയാണ് ഈ കഞ്ഞി വെക്കുന്നത്. അതല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുക. ഇനി ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ആ ഉലുവയുടെ സത്തൊക്കെ ഈ ഒരു വെള്ളത്തിലുണ്ടാവും. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു ഉലുവ അതുപോലെ തന്നെ 1 കപ്പ് ആ ഒരു പാത്രത്തിന് 1 പാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഒരൊറ്റ വിസിൽ നമ്മൾ ആദ്യം അടുപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇനി അരി ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉലുവ നമ്മൾ ഒരു വിസിൽ അടുപ്പിക്കുന്നുണ്ട്. കണ്ടോ, നല്ല പോലെ തന്നെ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞവരരി അല്ലെങ്കിൽ നമ്മൾ ഉണക്കലരി, അതും ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ചോറ് വെക്കുന്ന അരി എടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് ഈ കർക്കിടക മാസത്തിൽ ഞവരരിയാണ്. അരിയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പോഷക മൂല്യങ്ങളും ഉള്ള ഒന്ന് തന്നെയാണ് ഞവരരി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അരി എടുത്തിട്ടുള്ളത്. ഞവരരി വെച്ചിട്ടുള്ള കഞ്ഞി നമ്മൾ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 3-4 വിസിലടുപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ തുറന്നപ്പോൾ നല്ല പോലെ തന്നെ വെന്തുടഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളക്കുറവുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഈ ഒരു ചോറിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 കപ്പ് നമ്മൾ ഈ ഒരു പാത്രത്തിന് 1 പാത്രം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കുള്ള അരപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തേങ്ങാപ്പാലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ജീരകം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങയും ജീരകവും നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അരക്കുന്നില്ല, ചെറുതായിട്ടൊരു കടിക്കുന്ന രീതിയിലാണ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ചെറിയൊരു തരി പോലെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഉലുവ കഞ്ഞിയിൽ വെള്ളം കുറവുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് നമ്മൾ വെച്ചിട്ടുള്ള ഉലുവ കഞ്ഞി ഒന്നുകൂടെ ബലം വെക്കുകയാണ് ചെയ്യുക. നമ്മുടെ ആ അരിയൊക്കെ ഒന്നുകൂടെ ബലം വെക്കുക ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലെ ചൂടുവെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒഴിച്ചത് കൊടുത്തതിന് ശേഷം അതിലുള്ള കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ചെറുപയറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറുപയറും ഒരുപാട് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് അതേ അളവിൽ ചെറുപയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അരപ്പ് നമ്മുടെ തേങ്ങയും ജീരകവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് നമ്മൾ തിളക്കാണ്ട് ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കട്ടിയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ജീരകവും
അതുപോലെ തന്നെ തേങ്ങയൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ പാകത്തിന് നമുക്ക് ഈ ഒരു നമ്മുടെ അനുസരിച്ച് നമുക്കിത് അളവിലും മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല പോലെ തന്നെ തിളച്ച് വരുമ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒറ്റ തവണയെങ്കിലും കുടിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഉലുവ കഞ്ഞി. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമുക്കിത് 7 ദിവസം കഴിക്കാം, തുടർച്ചയായിട്ട് കുടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് 14 ദിവസം വരെ കുടിക്കാം. ഇപ്പോൾ അതാ നല്ല ചെറു ചൂടിൽ നമ്മുടെ കഞ്ഞി നല്ല പാകമായിട്ട് കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആ ചെറു ചൂടോടെ തന്നെ കുടിക്കാവുന്നതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു കഞ്ഞി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കഞ്ഞി രാവിലെ ചെറു ചൂടോടെ കുടിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടർന്ന് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്